What is the minimum thickness of a soft film that results in a constructive interference is reflected light if the film illuminated with light whose wavelength in free space is? Okay. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് പറയുന്നത്. നമുക്കറിയാം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൽ 2t നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് 2t വിച്ച് ഈസ് ഈക്വൽ ടു m പ്ലസ് ബൈ 2 ഇൻറ്റു ലാംഡ ബൈ n നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ. സോ ഇവിടെ നിന്ന് t ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, m പ്ലസ് ബൈ 2 ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ 2n എന്ന് എനിക്ക് എഴുതാം. ഓക്കെ അല്ലേ, നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഒക്കെ എഴുതാം. m എത്രടാ മക്കളെ? What is the minimum thickness of soft film, the resultant constructive interference? അത് 0 അല്ലേ, 0 പ്ലസ് 1/2 ഇൻറ്റു 1/2 ഇൻറ്റു ലാംഡ വേവ് ലെങ്ത് എത്ര 620 നാനോമീറ്റർ ആണ്. സോ 620 ഇൻറ്റു 10⁻⁻9 ഡിവൈഡഡ് ബൈ എത്ര വരും 2 ഇൻറ്റു n എത്രയാ 1.3 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ, 1.3 ആണ്. ബാക്കി കാൽക്കുലേഷൻ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 120 നാനോമീറ്റർ എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഡയറക്റ്റ് ഇക്വേഷനകത്തുള്ള ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റൻ. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോകാം. 3 വേരിയബിൾ ബൂളിയൻ എക്സ്പ്രഷൻ PQ പ്ലസ് PQR പ്ലസ് P bar Q പ്ലസ് PQ bar R can be written as. നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷൻ y ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, PQ പ്ലസ് PQR പ്ലസ് P bar Q പ്ലസ് PQ bar R അല്ലേ. മക്കളെ ശ്രദ്ധിച്ചു നോക്കി, ആദ്യം ഞാൻ ഇവനെയും കമ്പൈൻ ചെയ്ത് എഴുതുന്നു. സോ y ഈസ് ഈക്വൽ ടു അവിടുന്ന് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ക്യൂവിനെ പുറത്തേക്ക് എടുക്കാം, P പ്ലസ് P ബാർ എന്ന് വന്നു പ്ലസ് ഇനി ഞാൻ ഇവനെയും കമ്പയർ ചെയ്യുന്നു. അപ്പൊ അവനെയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് രണ്ടിടത്തുനിന്നും PR പുറത്തേക്ക് എടുക്കാം. സോ PR ഇൻറ്റു Q ഓർ Q ബാർ എന്ന് എഴുതാം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ P ഓർ P ബാർ അത് 1 ആണ്, Q ഓർ Q ബാർ അത് 1 ആണ്. സോ y ഈസ് ഈക്വൽ ടു Q പ്ലസ് PR എന്ന് കിട്ടി, Q പ്ലസ് PR എന്ന് കിട്ടി. ഓക്കെ അല്ലേ, y ഈസ് ഈക്വൽ ടു Q പ്ലസ് PR. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? y ഈസ് ഈക്വൽ ടു Q പ്ലസ് PR, ഓപ്ഷൻ സി വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ വലിയ പാടുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല, നമുക്ക് അത്യാവശ്യം ചെയ്തെടുക്കാവുന്ന ഒരു ഓപ്ഷനാണ്. യെസ്, ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 62. എ പ്രിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ മെറ്റീരിയൽ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2. ദി ആംഗിൾ ഓഫ് പ്രിസം ഈസ് A. ഇഫ് ദി ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ദ പ്രിസം എന്താ വാല്യൂ ഓഫ് A. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മ്യൂ അല്ലെങ്കിൽ എന്തോ ആവട്ടെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ A പ്ലസ് ഡെൽറ്റ M മിനിമം ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ A ബൈ 2 അല്ലേ. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ നമുക്ക് എഴുതാം ആൻഡ് ഡെൽറ്റ M ഈസ് ദി മിനിമം ഡീവിയേഷൻ ആൻഡ് A ഈസ് ദി ആംഗിൾ ഓഫ് പ്രിസം. സോ മ്യൂ തന്നിട്ടുണ്ട് √2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് A പ്ലസ് ആൻഡ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡെൽറ്റ M എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്, A തന്നെയാണ്, ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ A ബൈ 2. മക്കളെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ √2 സൈൻ A ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ 2A ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ A. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് A എത്ര കിട്ടും, A ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടും, ഓപ്ഷൻ ഇ. ഇത് ഡയറക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്, വലിയ പാടൊന്നുമില്ല. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകും. എന്താ, കൺസിഡർ എ സിലിണ്ടറിക്കൽ കണ്ടക്ടർ ഓഫ് ലെങ്ത് L, സിലിണ്ടറിക്കൽ കണ്ടക്ടർ ഓഫ് ലെങ്ത് L ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A. ഇവന്റെ ലെങ്ത് L ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. ദ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര, സിഗ്മ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു L ഡിവൈഡഡ് ബൈ √x. എക്സിനനുസരിച്ച് അതിന്റെ വാല്യൂ മാറുന്നുണ്ട്, കാരണം ഇൻ ഫംഗ്ഷൻ ഓഫ് എക്സിലാണ് തന്നിരിക്കുന്നത്. ദ റെസിസ്റ്റൻസ് ഓഫ് ദ സിസ്റ്റം എലോങ് ദി സിലിണ്ടറിക്കൽ ആക്സിസ്. നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് നോക്കാം. റെസിസ്റ്റൻസ് കാണാൻ മക്കളെ R ഈസ് ഈക്വൽ ടു ρL ബൈ A. ഇവിടെ
ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് മാറുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ പോർഷൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ റോ ഓഫ് എക്സ് സിഗ്മ ഇൻ ടേംസ് ഓഫ് എക്സിലായതുകൊണ്ട് ഞാൻ റെസിസ്റ്റിവിറ്റി ഇൻ ടേംസ് ഓഫ് എക്സിൽ എഴുതി. റോ എൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്മോൾ ഡിസ്റ്റൻസ് ആണ് ഡി എക്സ് എടുക്കുന്നു ഡിവൈഡഡ് ബൈ ഏരിയ എ. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് സിഗ്മ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 സിഗ്മ ആണ്. സോ നമുക്ക് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ്, ഇവിടെ എക്സ് ആണ് വേരിയബിൾ, നമ്മൾ ഇവിടെ ഒരു ചെറിയ പോർഷൻ ആണ് എടുത്തത്, അതാണ് ഡെൽറ്റ എക്സ്. ഇവിടെ ഒരു സ്മോൾ പോർഷൻ ആണ് എടുത്തത് ഡെൽറ്റ എക്സ്, അത് വേരി ചെയ്യുന്നത് 0 ടു ലെങ്ത് എല്ലിലാണ്. അപ്പൊ ലിമിറ്റ് 0 ടു എൽ 1 ബൈ റോയ്ക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം, സിഗ്മ 0 ഇൻറ്റു എൽ ബൈ റൂട്ട് എക്സ് ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. കാര്യം റോ എക്സ് എന്ന് പറയുന്നത് 1 ബൈ ഓഫ് റോ എന്ന് പറയുന്നത് 1 ബൈ സിഗ്മയാണ്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തു, അത്രേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 0 ടു എൽ, ഇവിടെ നമുക്കുള്ള റൂട്ട് എക്സ് മോളിൽ പോകുന്നു, റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ 0 ഇൻറ്റു എ എൽ, അതിൻ്റെ കൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എ ഇൻറ്റു എൽ, ജസ്റ്റ് കാൽക്കുലേഷനേ ഉള്ളൂ, ഇൻറ്റു ഡി എക്സ് ഓക്കെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം 1 ബൈ സിഗ്മ കോൺസ്റ്റന്റ് ആണ്, ഏരിയ കോൺസ്റ്റന്റ് ആണ്, ലെങ്ത് കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എൽ റൂട്ട് എക്സ് എന്ന് വരും, റൂട്ട് എക്സ് ഡി എക്സ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ സിഗ്മ 0 എ എൽ ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് റൈസ് ടു 1 ബൈ 2 വരും. അപ്പോൾ എക്സ് റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 എന്ന് വരുന്നു. സോ എക്സ് റൈസ് ടു 3 ബൈ 2 ഡിവൈഡഡ് ബൈ 3 ബൈ 2, ലിമിറ്റ് നമുക്ക് 0 ടു എൽ കൊടുക്കാം, സോ നമുക്ക് എന്ത് കൊടുക്കാം, ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒരു 3 ബൈ 2 മുകളിലേക്ക് വരുന്നു. സോ 2 ബൈ 3 ഇൻറ്റു 1 ബൈ സിഗ്മ 0 എ എൽ ഇൻറ്റു എന്ത് വരും, എൽ റൈസ് ടു ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ. സോ എൽ റൈസ് ടു 3 ബൈ 2 മൈനസ് 0 ആണ്. സോ ജസ്റ്റ് എൽ റൈസ് ടു 3 ബൈ 2 കൊടുത്താൽ മതി. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 ബൈ 3 ഇൻറ്റു 1 ബൈ സിഗ്മ 0 എ എൽ ഇൻറ്റു എൽ റൈസ് ടു 3 ബൈ 2 എന്ന് കിട്ടി അല്ലേ. എൽ റൈസ് ടു 3 ബൈ 2, ഇത് നമുക്കൊന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് സ്മോൾ ആക്കി എഴുതാം. സോ ഇച്ചിരൂടെ റെഡ്യൂസ് ചെയ്യാം, നമുക്ക് ഓപ്ഷനിലേക്ക് എത്തണമല്ലോ. സോ ആർ ഈസ് ഈക്വൽ ടു 2 ബൈ 3 ഇൻറ്റു 1 ബൈ സിഗ്മ 0 എ എൽ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റൂട്ട് എൽ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ആണ്, എ റൈസ് ടു എം മൈനസ് എൻ, അത് 1 ബൈ 2 എന്ന് പറയുന്നത് റൂട്ട് എൽ ആണ്. സോ സിഗ്മ 0 എ എന്ന് കിട്ടും, സിഗ്മ 0 എ. അപ്പൊ എന്താ വരുന്നത്, 2 റൂട്ട് എൽ ഡിവൈഡഡ് ബൈ 3 സിഗ്മ 0 എ, ഓപ്ഷൻ എ കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇന്റഗ്രേഷന്റെ പാർട്ട് കയറി വരുന്നുണ്ട്, അത്യാവശ്യം ചെയ്യാനുണ്ട് ക്വസ്റ്റ്യൻ. പക്ഷെ ആകെ അറിയേണ്ട എത്രേ ഉള്ളൂ, ഇവിടെ സിഗ്മയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ എഴുതുക. പിന്നെ ഇതിവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാൻ കണ്ടക്ടിവിറ്റി എക്സിനനുസരിച്ച് മാറുന്നുണ്ട് ഒബ്വിയസ്ലി. അപ്പം റെസിസ്റ്റിവിറ്റിയും എക്സിനനുസരിച്ച് മാറണം, അപ്പോൾ റെസിസ്റ്റൻസും എക്സിനനുസരിച്ച് മാറണം. അപ്പോൾ ഇൻ ടേംസ് ഓഫ് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിന് നമ്മളൊരു സ്മോൾ പോർഷൻ കണ്ടുപിടിച്ച് ഡിഫറൻഷിയേറ്റ് അല്ല, ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. If the emission rate of black body at 0 degree Celsius is R, then the rate of emission at 273 degree Celsius is. Yes. നമുക്ക് സ്റ്റെഫാൻസ് ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അക്കോർഡിംഗ് ടു സ്റ്റെഫാൻസ് ലോ, എമിഷൻ റേറ്റ് പ്രപ്പോർഷണൽ ടു ടി റേസ് ടു 4 പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയുന്നുണ്ട്, ടി ഈക്വൽ ടു 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 കെൽവിൻ. അപ്പോൾ ഫസ്റ്റ് എമിഷൻ റേറ്റ് പ്രപ്പോർഷണൽ ടു 273 റേസ് ടു 4 എന്ന് എനിക്ക് എഴുതാം. ഇനി രണ്ടാമത്തെ കേസിൽ ടെമ്പറേച്ചർ 273 ഡിഗ്രി സെൽഷ്യസ് ആണ്, T2 എന്ന് വിളിച്ചോളൂ, ഇത് T1 ആണ്. അപ്പോൾ T2 എന്ന് വിളിച്ചാൽ വിച്ച് ഈസ് ഈക്വൽ ടു 273 ഡിഗ്രി സെൽഷ്യസ് ആണ്, 273 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതിനോട് ഒരു 273 കൂടെ ഞാൻ ആഡ് ചെയ്തു, 546 കെൽവിൻ എന്ന് കിട്ടും സെക്കൻഡ് കേസിൽ. സോ അവിടുത്തെ എമിഷൻ റേറ്റ് E2 പ്രപ്പോർഷണൽ ടു 546 റേസ് ടു 4 എന്ന് കിട്ടും.
നമുക്ക് E2 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ E1 by E2 which is equal to 273 raised to 4 divided by 546 raised to 4. ഇനി the emission rate of black body at 0 degree Celsius is R എന്ന് തന്നിട്ടുണ്ട്. So R divided by E2 equal to, മക്കളെ ഇത് കട്ട് ചെയ്യാൻ പറ്റും, 1/4 raised to 4 എന്ന് വരും. So therefore E2 equal to 4 raised to 4 16 ആണ്. So 16 R എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ബിക്ക്. സിമ്പിൾ ഒരു ക്വസ്റ്റൻ ആണ്. ഡയറക്റ്റ് ആ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. Therefore any material if R, T and A represent reflection coefficient, transparent coefficient and absorption coefficient respectively, then for a black body which one of the following is true? നമുക്കറിയാം റിലേഷൻ ബിറ്റ്വീൻ R, T and A, അതായത് ഈ കോഎഫിഷ്യൻ്റ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ്, ട്രാൻസ്പെറൻറ്റ് കോഎഫിഷ്യൻ്റ് ആൻഡ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റെ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. R പ്ലസ് T പ്ലസ് A ഈക്വൽ ടു 1. മക്കളുടെ ഇനി ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇതൊരു ഐഡിയൽ ബ്ലാക്ക് ബോഡി ആണെന്ന് പറയുന്നുണ്ട്. ഒരു ബ്ലാക്ക് ബോഡിയാണ്. നമുക്കറിയാം ബ്ലാക്ക് ബോഡിയുടെ കേസിൽ A എന്ന് പറയുന്ന വാല്യൂ A എത്രയാ? ഇറ്റ് ഈസ് 1. അത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ സമ്മ് 1 ആവണമെങ്കിൽ R 0 ആയിരിക്കണം, T 0 ആയിരിക്കണം, A എന്ന് പറയുന്നത് 1 ആയേ പറ്റും. എളുപ്പത്തിൽ ചെയ്യാവുന്ന കോൺസെപ്റ്റ് ആണ്. സോ നമുക്ക് ഏതെടുക്കാം? ഓപ്ഷൻ ഡി, R ഈക്വൽ ടു 0, T ഈക്വൽ ടു 0, A ഈക്വൽ ടു 1. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്, വലിയ കാര്യമൊന്നുമില്ല. അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോവാം. ഇൻ ദ ഗിവൺ സർക്യൂട്ട് P ആൻഡ് Q ഫ്രം ദ ഇൻപുട്സ് ദി ഔട്ട്പുട്ട് Y ഈസ്. നിങ്ങൾ നോക്കി, അവിടെ P എന്ന് പറയുന്നത് ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കയറുന്നു. സോ P ബാർ ആയി, ഇവൻ Q ആണ്. അത് കഴിഞ്ഞ് നമ്മളൊരു ഓർ ഗേറ്റിൽ കൂടെ കയറ്റുമ്പോൾ P ബാർ ഓർ Q ആയി. സിമിലർലി ഇത് Q ആയി തന്നെ നിൽക്കുന്നു, ഇത് P ആണ്. സോ ഇതൊരു ഓർ ഗേറ്റിൽ എത്തിയപ്പോൾ P ഓർ Q ആയിട്ട് മാറി. ഇനി അത് കഴിഞ്ഞ് അതൊരു നാൻ ഗേറ്റിൽ കൂടെയാണ് വരുന്നത്. സോ ആ ഇൻപുട്ട് ഞാൻ നാൻ ഗേറ്റിൽ കൊടുക്കുമ്പോൾ P ബാർ പ്ലസ് Q ഡോട്ട് ആൻഡ് P or Q ദി ഹോൾ ബാർ അല്ലേ? കാര്യം അതൊരു നാൻഡ് ആണ്, ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്, ഇതൊരു നാൻ ഗേറ്റ് ആണ്, ദി ഹോൾ ബാർ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ഹോൾ ബാർ എന്നുള്ള ഇവനെ അങ്ങോട്ട് മാറ്റി വെക്കാം. അവസാനം കിട്ടുന്ന ഔട്ടിൽ ഒരു ബാർ ഇട്ട് കൊടുത്താൽ മതി. സോ ഞാൻ എഴുതുകയാണ് y ഈസ് ഈക്വൽ ടു നമുക്ക് ഇവനെ എക്സ്പാൻഡ് ചെയ്താൽ P ബാർ P പ്ലസ് P ബാർ Q പ്ലസ് QP പ്ലസ് QQ. എല്ലാം ആൻഡും ഓറുകളുമാണ്. ഈ പ്ലസ് എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും അത് ആൻഡും ഓറുകളുമാണ്. ഓക്കെ, ഇനി നിങ്ങളിവിടെ നോക്കിക്കേ, ഇതെത്ര വരും? ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇതെത്ര വരും? Q ആൻഡ് Q, അത് Q ആണ്. സോ നമുക്ക് എഴുതാം y ഈസ് ഈക്വൽ ടു Q പ്ലസ്, ഞാൻ ആദ്യം ഈ Q മാത്രം എടുത്ത് എഴുതി, Q പ്ലസ് Q ഓർ P ബാർ Q പ്ലസ് PQ, P ബാർ Q ഓർ PQ. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ Q നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. എല്ലാത്തിലും ഒരു Q എന്ന് പറഞ്ഞ ടൈം കിടപ്പുണ്ട്. ആ Q കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ 1+1 ഓർ P ബാർ ഓർ P എന്ന് കിട്ടി. മക്കളുടെ P ബാർ ഓർ P ഇറ്റ് ഈസ് 1 + 1. സോ നമുക്ക് കിട്ടി y ഈക്വൽ ടു Q. പക്ഷെ നമ്മളിവിടെ ഒരു ഹോൾ ബാർ മറന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒബ്വിയസ്ലി ഇവിടെ ഒരു ഹോൾ ബാർ വരുമ്പോൾ അതൊരു Q ബാർ ആവുന്നു. സോ ഓപ്ഷൻ ഡി ബിക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്, വലിയ പ്രശ്നമൊന്നും. അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോകാം. Radio transmitter send out 60 watt of radiation, assuming that the radiation is uniform on the sphere with a transmitter at its center. The intensity of wave at a distance 12 km is. Intensity ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം intensity I എന്ന് പറയുന്നത് P by A ആണ്. P എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ പവർ. റേഡിയോ ട്രാൻസ്മിറ്റർ സെൻഡ് ഔട്ട് അത് 60 വാട്ടാണ് തന്നിട്ടുണ്ട്. അപ്പോൾ P suffix T given as 60 watt. ഇനി നമുക്ക് ഏരിയ വേണം. നമുക്കറിയാം അത് 4 pi r square ആണ് സർഫസ് ഏരിയ ഓഫ് എർത്ത്, 4 pi r square. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4 pi ഇൻറ്റു r തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എത്രയാ? 12 കിലോമീറ്റർ ആണ്. സോ 4 pi ഇൻറ്റു 12 കിലോമീറ്റർ സ്ക്വയർ എന്ന് വരും.
ഓക്കെ അല്ലേ? സോ എനിക്ക് ഏരിയ കിട്ടി എത്ര? 12ന്റെ സ്ക്വയർ ഇറ്റ് ഈസ് 144 ഇൻറ്റു 4π ഇൻറ്റു കിലോമീറ്റർ ആണ്. കിലോമീറ്ററിനെ മീറ്റർ ആക്കണം. 12 എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആണ്. അപ്പോൾ ഇൻറ്റു 10⁻³ എന്ന് വരും. അപ്പോൾ അതിൻ്റെ സ്ക്വയറൂടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വേണം ഡയറക്റ്റ് ഇത് ഇവിടെ കൊടുത്തോളൂ. അപ്പോൾ ഇത് 12 ഇൻറ്റു 10⁻³ ദി ഹോൾ സ്ക്വയർ എന്ന് വരും. സോ അത് 10⁻6 എന്ന് വരും. ഓക്കെ അല്ലേ? സോ I ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ, ഞാൻ ഈ ഇക്വേഷനിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 60 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 144 ഇൻറ്റു 10⁻6. എല്ലാ വാല്യൂസുമായി നീ ജസ്റ്റ് കാൽക്കുലേഷൻ ആണ്, നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 3.31 ഇൻറ്റു 10⁻⁻8. 3.31 ഇൻറ്റു 10⁻⁻8 ഓപ്ഷൻ ഇ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. യെസ്, അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോകാം. കൺസിഡർ എ സിസ്റ്റം ഓഫ് ഗ്യാസ് ഓഫ് എ ഡയറ്റോമിക് മോളിക്യൂൾ ഇൻ വിച്ച് സ്പീഡ് ഓഫ് സൗണ്ട് അറ്റ് 0°C ഈസ് 1260. മക്കളെ സ്പീഡ് ഓഫ് സൗണ്ട് ഡയറക്റ്റ് ഇക്വേഷൻ ആണത്. സ്പീഡ് ഓഫ് സൗണ്ട് അത് കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. റൂട്ട് ഓഫ് ഗാമ ആർ ടി ഡിവൈഡഡ് ബൈ എം. Then the molecular weight of the gas is, നമുക്ക് മോളിക്കുലാർ വെയിറ്റ് ആണ് വേണ്ടത്, എം ആണ് വേണ്ടത്. സോ നമുക്ക് ഇവനെ അങ്ങ് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്താൽ എന്ത് വരും? പി സൗണ്ടിന്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഗാമ ആർ ടി ഡിവൈഡഡ് ബൈ എം. നമ്മളോട് എം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഗാമ ആർ ടി ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. യെസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ഡയാറ്റോമിക് ഗ്യാസ് ആണ് അല്ലേ? ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ ഡയാറ്റോമിക് ഗ്യാസ്. സോ അതിന്റെ ഗാമ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 1.4. സോ ഗാമ 1.4 ആണ്. ആർ 8.314 ആണ്. ഇൻറ്റു ടി 0°C ആണ്. സോ 273 ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. വി എന്ന് പറയുന്നത് എത്രയാ? 1260 ദി ഹോൾ സ്ക്വയർ. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഇൻറ്റു 10⁻³ കിലോഗ്രാം എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് 2 ഗ്രാം എന്ന് എനിക്ക് എഴുതാം. 2 ഇൻറ്റു 10⁻³ ആണ്. സോ 2 ഗ്രാം എന്ന് എഴുതാം. ഓപ്ഷൻ എ പിക്കാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോകാം. എ സാറ്റലൈറ്റ് ഈസ് ഓർബിറ്റിംഗ് ദ എർത്ത് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് ആർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് ദ എർത്ത് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. നമുക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് സാറ്റലൈറ്റ്. കൈനറ്റിക് എനർജി ഓഫ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് GMM ഡിവൈഡഡ് ബൈ 2R ആണ്. which means that kinetic energy inversely proportional to radius ആണ്. ഓപ്ഷൻ ഡി എടുക്കാം. kinetic energy varies as 1/r ആണ്. സോ ഓപ്ഷൻ ഡി വളരെ സിമ്പിൾ ആയിട്ട് പിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കുലർ കോയിൽ ഓഫ് റേഡിയസ് ആർ ഹാവിംഗ് n ടേൺസ് ആൻഡ് ക്യാരിങ് എ കറന്റ് I can be doubled by changing. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് എ കോയിൽ ബി എന്ന് പറഞ്ഞാൽ μ0 ni ഡിവൈഡഡ് ബൈ 2r ആണ്. ക്വസ്റ്റ്യൻ അത് അവർ പറയുന്നുണ്ട് ആർ ആൻഡ് എൻ ആർ n ടേൺസ് ആൻഡ് ക്യാരിങ് എ കറന്റ് I can be doubled by changing. I ഡബിൾ ആക്കണം. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. The magnitude of magnetic field at the center of a coil of radius r having n turns and carrying a current I can be doubled by changing. എന്നിട്ട് ഈ ഓപ്ഷൻ ആണ് എടുക്കേണ്ടത്. നിങ്ങൾ ഇവിടെ നോക്കി, ഈ ക്വസ്റ്റ്യനകത്ത് ഒരു കാര്യം പറയാം. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. അപ്പൊ നിങ്ങൾ കറണ്ട് ഡബിൾ ആക്കിയാൽ എന്ത് ചെയ്യും? ഇവിടെ I can be doubled by changing. അപ്പൊ കറണ്ട് ഡബിൾ ആയി, വിച്ച് മീൻസ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡബിൾ ആയി എന്നാണ്. അപ്പൊ ഐനെ എങ്ങോട്ട് മാറ്റണം? 2i മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്പർ ഓഫ് ടേൺസും റേഡിയസും അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം അല്ലേ? സോ ഏതെടുക്കുക? ഓപ്ഷൻ I to 2i and keeping n and r unchanged. ഓപ്ഷൻ ഇ പിക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഇ പിക്ക് ചെയ്യാൻ പറ്റും. കോമൺ സെൻസ് വെച്ച് ഡയറക്റ്റ് പറയാവുന്നതാണ്. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് V equal to V0 sin omega t is applied across the circuit and as the result a current I equal to I0 sin omega t plus pi/2 flows in it. Power consumed. മക്കളെ പവർ കാണാൻ നമുക്കറിയാം P average which is equal to PRMS into IRMS into cos phi. ഇവിടെ phi നോക്ക് pi/2 90 ആണ്. cos 90 ഇത് 0 ആണ്. സോ നമുക്ക് പറയാം P average equal to 0. P average equal to 0 വാട്ട്? ഓപ്ഷൻ ഇ പിക്ക് ചെയ്യാൻ പറ്റും.
ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓഫ് ഇന്റൻസിറ്റി ഐ ഈസ് ഇൻസിഡന്റ് ഓൺ എ നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇഫ് സി ഈസ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ് then the ratio of I by C, ratio of I by C ആണ്. I എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ആണ്. ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം P by A എടുക്കാം ഡിവൈഡഡ് ബൈ C എന്ന് പറയുന്നു C ആണ്. C എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. അപ്പോൾ നമുക്കറിയാം P by A പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്, ഏരിയയുടെ യൂണിറ്റ് നമുക്ക് മീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ C. C എന്ന് പറയുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. സോ ഇറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പവറിനെ എഫ് ഡോട്ട് വി എന്ന് എഴുതാം. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ വാട്ടിന് പകരം ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. സോ ഇവിടെ നിന്ന് നമുക്ക് ഈ സെക്കൻഡും ഒരു സെക്കൻഡും ക്യാൻസൽ ചെയ്യുന്നു, അതുപോലെ ഒരു മീറ്ററും ക്യാൻസൽ ചെയ്യുന്നു അല്ലേ? സോ എന്ത് വരും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റ് ആണ്? ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ ആണ്. മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏരിയയുടെ ആണ്. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്. ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ ആണ്. സോ ഐ ബൈ സി ആർക്ക് ഇക്വലന്റ് ആണ്? ഈസ് സെയിം ആസ് പ്രഷർ. ഈസ് സെയിം ആസ് പ്രഷർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ. മൊത്തം 72 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ 72 ക്വസ്റ്റ്യനും നമ്മൾ വലിച്ചു വാരി നീട്ടി ഈ അവസാന ലാപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. സോ ഡയറക്റ്റ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോൺസെപ്റ്റ് പറയേണ്ട ക്വസ്റ്റ്യൻസ് ത്രൂ കോൺസെപ്റ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം അറിയാം എന്ന വിശ്വാസത്തോടെയാണ് ഞാനും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തിയിരിക്കുന്നത്. കാര്യം നമ്മൾ അവസാന ലാപ്പിലാണ്. സോ എല്ലാവരും എക്സാംസ് ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നേരമായി. നമ്മളും കണ്ടിന്യൂസ് ഇതേ ക്യാമറ നോക്കി നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണ്. കുറച്ച് ടയേർഡായിട്ടുണ്ട്. അതുകൊണ്ട് അവസാനം വന്നപ്പോഴത്തേക്ക് കുറച്ച് എനർജിയുടെ പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ടൊക്കെ എക്സാം എഴുതുക.